പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്ന ഒരു വിഷയം, പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, ബഹുമാനപ്പെട്ട മൗലാന നജീബ് ഉസ്താദിൻ്റെയും ഹക്കീം അസരിയുടെയും ഫോട്ടോ വെച്ചുകൊണ്ട് പരസ്പരം വൈരുദ്ധ്യങ്ങൾ പറയുന്ന, എന്ന് വെച്ചാൽ നമുക്ക് അന്നം തരുന്ന രാജ്യമായ സൗദി അറേബ്യ മറ്റുള്ള രാജ്യങ്ങളൊക്കെ വെറുതെ ചൊറിയാൻ ചെന്നതാണെന്ന് ഹക്കീം അസരി പറയുമ്പം അതിന് മറുപടി എന്നോണമാണ് നജീബ് ഉസ്താദ് പറയുന്നതെന്ന് വരുത്തി തീർക്കാൻ രണ്ടാളുടെ ഫോട്ടോ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തത് കണ്ടു. ഇവിടെ ഏതൊരു കാര്യവും യഥാവിധി യഥാർത്ഥമായിട്ട് പറയുന്ന വ്യക്തിയാണ് ഉസ്താദ് നജീബ് മൗലവി. അദ്ദേഹം എപ്പോഴും ഇരക്കൊപ്പമാണെന്നും ഇറാന് ഒരു മുസ്ലിം രാഷ്ട്രമാണെന്ന് മുസ്ലിം ലോകം അംഗീകരിക്കുന്നതാണ്. ഷിയ ആശയമുണ്ടെങ്കിലും എന്നാൽ ഇതിനെതിരെ വിമർശനവുമായിട്ട് ഇവിടെ വരുന്നത് വഹാബികൾ മാത്രമാണ്. അപ്പോൾ സുന്നി പക്ഷത്ത് നിന്ന് അങ്ങനെ ഒരു വിമർശനം വന്നപ്പോൾ അതിനെ ഗണ്ണിക്കാൻ എന്ന രൂപത്തിലല്ല, അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള നിലക്ക് ഏതൊരു പ്രശ്നം ഉണ്ടെങ്കിലും സമസ്തൻ്റെ വിഷയത്തിൽ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിലും നജീബ് ഉസ്താദ് അടക്കമുള്ള സംഘടനകൾ അതിൽ ഇടപെടൽ സാധാരണയാണ്. അത് അവരെ വേദനിപ്പിക്കാനോ അവരെ അരോചകമാക്കാനോ ഒന്നുമല്ല. കാരണം ദീനിൻ്റെ യഥാസ്ഥിതി ഇവിടെ വെളിവാക്കുന്ന ഒരു ചെറിയ വിഭാഗം ലായസാലു ഉമ്മത്തി ലാഹിരീൻ അൽ ഹക്കത്തായത്തി അംറുള്ള എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇവിടെ പ്രവർത്തിക്കുന്നത് തന്നെ. സത്യം തുറന്ന് പറയാൻ ആരും പേടിക്കേണ്ടതില്ല. ഏത് വിഷമവും സഹിച്ചുകൊണ്ട് അവരെ ഇബാദത്തുകൾ സഹിയാവണം എന്ന രൂപത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു കൊച്ചു സംഘം എന്നുള്ള നിലക്ക് അവരിവിടെ ഹക്കീം അസരിനെ ഇകഴ്ത്താനോ അതല്ലെങ്കിൽ സമസ്തനെ ഇകഴ്ത്താനോ അല്ല പറഞ്ഞത്, ഇതിൻ്റെ യഥാസ്ഥിതി പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയാണ് കമൻറ്റിൻ്റെ ചൂട്ടിലൊക്കെ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഗ്രൂപ്പ് നോക്കാതെ എല്ലാവരും ഇവിടെ വരുന്നത്. ഇപ്പോൾ എല്ലാ സുന്നി സംഘടനകളും ഒരു യോജിപ്പിന് വേണ്ടി പ്രയത്നിക്കുന്നത് കൊണ്ടാണ് മറു സംഘടന ഇതിൻ്റെ പിന്നാലെ സൈക്കിൾ എടുത്തു കൂടാത്തത് എന്നുകൂടി മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ചാൽ ഒരു വഹാബി ഭരണമായ സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിൽ യുദ്ധം ഉണ്ടായാൽ നമ്മൾ സുന്നികളും മുസ്ലിമികളും വഹാബിയാണെന്ന് നോക്കാതെ സൗദി അറേബ്യൻ്റെ കൂടെ നിൽക്കുക, ജൂതന്മാരുടെ കൂടെ അല്ല. എന്നതുപോലെ തന്നെ ഈ ഷിയാക്കളായ ഇവരോട് കൂടെ അല്ല നിൽക്കുക. ഷിയാക്കളെന്ന് പറയുന്ന മുസ്ലിമുകളോടാണ് കൂടെ നിൽക്കുക, ജൂതന്മാരോട് കൂടെ അല്ല. അതിനനുകൂലമായിട്ടാണ് പ്രാർത്ഥനകളൊക്കെ വരിക. നേരെ മറിച്ച് വഹാബികൾ അങ്ങനെയല്ല. ജൂതന് ഫലസ്തീനിൽ കളിയാടിയാലും വേണ്ടില്ല, അവിടുത്തെ കുട്ടികളെ കുരുതി കൊടുത്താലും വേണ്ടില്ല, ഹമാസിന് ഭരണം കിട്ടരുതെന്ന് പ്രാർത്ഥിച്ചവരെ ആ കൂട്ടത്തിലേക്ക് നമ്മൾ അത് പതിക്കരുത്. ഇത്രയേ ഉള്ളൂ അതിൽ. അല്ലാതെ ഇവിടെ ഭിന്നിപ്പിൻ്റെ സ്വരം ഒന്നുമില്ല. ഒക്കെ